എല്ലാവരും ചോദിക്കുന്നതാണ് ഈ മൊബൈൽ ഫോൺ ടെക്നിക്കൽ കോഴ്സിന് എന്തിനാണ് ഇത്രയും ഫീസ് വാങ്ങിക്കണം എന്നുള്ളത്. നമ്മൾ പറയുന്നത് ഇത്രയും വാങ്ങിയാൽ പോരാ എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓണായിട്ടുള്ള ഫോണ്, അതായത് കംപ്ലൈൻ്റ് ഉള്ള ഫോണുകളും ഇവരെ കൊണ്ട് കൂടുതലായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇവർ നമ്മളൊരു സ്റ്റോറിൽ നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ആ സ്റ്റോറിൽ കസ്റ്റമർ വരിക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഫോണായിട്ട് വരണം എന്നുള്ളത് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഫോണുകൾ, സ്മാർട്ട് ഫോൺ, ഇപ്പോൾ ഐഫോൺ തന്നെ ലേറ്റസ്റ്റ് മോഡലുകൾ, സ്മാർട്ട് ഫോണുകൾ, ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവർക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇതിൻ്റെ നല്ലൊരു പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. കസ്റ്റമറെ ഫോണിൽ ഒരിക്കലും നമുക്ക് അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ ഈ കംപ്ലൈൻ്റ് ആയിട്ട് വരണം, അല്ലെങ്കിൽ ഈ ഒരു ഫോണായിട്ട് വരണം എന്നുള്ളത് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വാല്യൂ ഉള്ള ഫോണൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കണം. നമുക്കും ടെൻഷനില്ല, പഠിക്കുന്ന സ്റ്റുഡൻസിനും ടെൻഷനില്ല, കസ്റ്റമറെ ചീറ്റ് ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മളെ ഫീസ് ഇത്രയും ഹൈ ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ഇത്രയും ഫീ വാങ്ങിയാൽ പോരാന്നാണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തപ്പോൾ മനസ്സിലാവുന്ന കാര്യം. അത്രയും എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ഒരു ഐഫോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു സെക്കൻഡ് ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഫോൺ വാങ്ങണമെങ്കിൽ തന്നെ ഒരു 50,000-60,000 നമുക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടി വരും സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കാൻ. പിന്നെ ഇവർ ചെയ്യുന്ന സമയത്തേക്ക് ഡെഡായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുൾ ലോസ് ആയി. അപ്പോൾ അത് വിചാരിച്ച് നമുക്ക് ഇവർക്ക് പ്രാക്ടീസിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എത്രത്തോളം മൊബൈൽ ഫോണിൽ ഇവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ഇവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാറും.